നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും പോരിനിറങ്ങുമെങ്കിലും രാജ്യം കാത്തിരുന്ന ചില നിയമനിർമ്മാണങ്ങൾ ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. ബില്ലുകൾ പാസ്സാകുന്നുണ്ട്, പക്ഷേ ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷം നിരന്തരം ഓരോ ദിവസവും സഭ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ശിക്ഷകളും മറ്റും വർദ്ധിപ്പിക്കുന്ന നിയമം, ആ ബില്ല് പാസ്സാക്കാനായി ചർച്ച നടന്നു എന്നല്ലാതെ പാർലമെന്റിൽ വലുതായി കാര്യപരിപാടിയൊന്നും നടന്നിട്ടില്ല. ഇന്നും പാർലമെന്റിന്റെ സമ്മേളനം സ്തംഭിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. പാർലമെന്റിന്റെ കവാടത്തിൽ ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഈ മുദ്രാവാക്യം വിളികളും അതുപോലെ തന്നെ പ്രതിഷേധ സമരങ്ങളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് പഴയ കാര്യങ്ങൾ തന്നെയാണ്. അതായത് വിദ്യാർത്ഥികളുടെ പാർലമെന്റ് മാർച്ച്, ആ പാർലമെന്റ് മാർച്ചിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, ആ അനിഷ്ട സംഭവങ്ങൾക്ക് മേൽ ഉത്തരവാദികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ കേസെടുത്തിരുന്നു. ആ കേസ് പിൻവലിക്കണമെന്ന് മാത്രമല്ല, ആ കേസ് അല്ലെങ്കിൽ ആ അതിക്രമം വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗണ്ണുകളടക്കം ഉപയോഗിച്ചു എന്ന ആരോപണം വരുന്നുണ്ട്. ആ ആരോപണത്തിലടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആദ്യ ആവശ്യം. രണ്ടാമത്തേത് അയോധ്യ സംഭാവന കൊള്ളയാണ്. അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച നടത്തണമെന്ന രണ്ടാമത്തെ ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്നാൽ ഇതുവരെ കേന്ദ്രം ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ആ പ്രതികരണം വരുന്നതുവരെ, അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന പാർലമെന്റിൽ നടത്തുന്നത് വരെ പ്രതിപക്ഷ ബഹളം തുടരും എന്നാണ് അവർ അറിയിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഇപ്പോഴും ബഹളം തുടരുകയാണ്. പാർലമെന്റ് സ്തംഭിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോഴും അറിയിച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് പാർലമെന്റ് സ്തംഭനത്തിന് പ്രതിപക്ഷത്തിന്റെ മുന്നിൽ കാരണമായി വരുന്നത്. ആ രണ്ട് കാര്യങ്ങൾ ഈ അമിത്ഷായുടെ പ്രസ്താവനയും അതോടൊപ്പം തന്നെ ഈ അയോധ്യ സംഭാവന കൊള്ളയുമാണ്. അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്താതെ പാർലമെന്റിന്റെ ഏതോ മൂലയിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതേസമയം പാർലമെന്റിൽ തൻ്റെ ഓഫീസിൽ തിരക്കുകൾ കൊണ്ട് വ്യാപൃതനാണ് അമിത്ഷാ. അദ്ദേഹം ഏതാണ്ട് അർദ്ധരാത്രിയോട് അടുത്ത് ഓരോ ദിവസവും തൻ്റെ ചുമതലകൾ നിർവഹിച്ച ശേഷം ഇറങ്ങിപ്പോകുന്നത് വീഡിയോ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. എന്തായാലും പക്ഷേ ഈ പെല്ലറ്റ് ഗൺ അടക്കമുള്ള വിഷയങ്ങളിൽ അമിത്ഷാ പ്രസ്താവന നടത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇതുവരെ അമിത്ഷാ പാർലമെന്റിൽ വന്നിട്ടുമില്ല. അതിൽ അവരുടേതായ എന്തെങ്കിലും കാരണം ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അമിത്ഷാ പ്രസ്താവന നടത്തേണ്ടത് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് നടപടിയെക്കുറിച്ചാണ്. ഇത് സംഭവം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. പോലീസ് നടപടിയെക്കുറിച്ച് സുപ്രീം കോടതി ഇരുഭാഗത്തെ വാദവും കേട്ടതിന് ശേഷം ഇരുഭാഗത്തും അനുകൂലമായ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. സുപ്രീം കോടതി അതിൽ അന്തിമമായ വാദം കേൾക്കാനിരിക്കുകയാണ്. അതിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള അന്വേഷണം വേണമെന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വാദങ്ങൾ കേട്ടതിന് ശേഷം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ബലപ്രയോഗത്തിന്മേൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം വരാനിരിക്കുകയാണ്. ഇത് കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിന്മേൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഏതെങ്കിലും രീതിയിൽ പ്രസ്താവന നടത്താൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നാണ് അതിന് ഉത്തരം. പക്ഷേ പ്രതിപക്ഷത്തിന് അത് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എന്തോ പ്രതിപക്ഷം പ്രസ്താവന ആവശ്യപ്പെട്ട് ബഹളം തുടരുകയാണ്. അതേസമയം ഈ പാർലമെന്റ് സെഷനിൽ നിർണായകമായ പല ബില്ലുകളും വരും എന്ന വാർത്ത നമ്മൾ നേരത്തെ കേട്ടിരുന്നതാണ്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭയിൽ വന്ന് പരാജയപ്പെട്ടു പോയ വനിതാ സംവരണ ബില്ല്, അതോടൊപ്പം തന്നെ ഈ മണ്ഡല പുനർനിർണയ ബില്ല്, ഇതൊക്കെ വീണ്ടും ഈ മാറിയ സാഹചര്യത്തിൽ തിരികെ ലോക്സഭയിലേക്ക് വരും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഈ പാർലമെന്റ് നടപടികൾ തുടർച്ചയായി സ്തംഭിക്കുന്നത് കാരണം അത്തരം ബില്ലുകളൊന്നും തന്നെ പരിഗണനയ്ക്ക് വന്നില്ല. അതായത് വലിയ രാഷ്ട്രീയ മാറ്റമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ദേശീയ തലത്തിൽ ഉണ്ടായത്. നിരവധി പാർട്ടികളുടെ നൂറുകണക്കിന് എംപിമാരാണ് കൂറുമാറി ഇപ്പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ 2/3 ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് ആണ് ഈ രണ്ട് ബില്ലുകളും അന്ന് പരാജയപ്പെട്ടതെങ്കിൽ ഇന്ന് 2/3 ഭൂരിപക്ഷം സർക്കാരിനുണ്ട് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലുകൾ ഉടൻ പാസ്സാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ ബില്ലുകൾ ലോക്സഭയുടെയോ അല്ലെങ്കിൽ രാജ്യസഭയുടെയോ ഒക്കെ പരിഗണനയ്ക്ക് വരാൻ പോകുന്നു എന്ന വാർത്തകൾ പരന്നത്. പക്ഷേ ഇതുവരെയും ആ ബില്ലുകൾ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. മാത്രമല്ല FCRA ഭേദഗതി ബില്ലും ഇതിൽ വരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ വലിയ എതിർപ്പ് ഉയർത്തുകയാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച നടത്തി ഈ നിയമ ഭേദഗതിയിൽ, FCRA നിയമ ഭേദഗതിയിൽ ചില ഇളവുകൾ വരുത്താൻ തയ്യാറാണ് എന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്.
അതുമാത്രമല്ല, ഈ പറയുന്ന ബില്ലുകളൊക്കെ അവതരിപ്പിക്കാനായി തുടർച്ചയായി പാർലമെന്റ് നടപടിക്രമങ്ങൾ സ്തംഭിക്കുന്നത് കാരണം ഈ ബില്ലുകളൊക്കെ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാനായി കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പരന്നിരുന്നു. 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം വിളിച്ച് ഈ പറയുന്ന ബില്ലുകൾ പാസാക്കാനായിരിക്കും കേന്ദ്ര സർക്കാർ ശ്രമിക്കുക എന്നൊരു ആലോചന അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രത്യേക സമ്മേളനം വിളിക്കുന്ന പ്രശ്നമില്ല. ഈ സമ്മേളനത്തിൽ തന്നെ ബില്ലുകൾ പാസാക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം പുതിയ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഇല്ല എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ചൊല്ലി പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന വാദമൊക്കെ ഉന്നയിച്ചുകൊണ്ട് എന്തായാലും പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പ്രതിപക്ഷം തടസ്സപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. പക്ഷേ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന സർക്കാർ ബിസിനസ്സുകൾ നടത്തിയെടുക്കാനായി സഭ സമ്മേളിക്കാനും സഭ പിരിച്ചുവിടാതെ തന്നെ ഈ പറയുന്ന ബില്ലുകളൊക്കെ പാസ്സാക്കിയെടുക്കാനുമുള്ള സാധ്യതയുണ്ട്. കാരണം നിർണായക ബില്ലുകളാണ് വരാൻ പോകുന്നത്. ഏതാനും ചില ബില്ലുകൾ നമ്മൾ നിമിഷ നേരം കൊണ്ട് പ്രതിപക്ഷ ബഹളത്തിനിടെ പാസ്സാക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരം ബില്ലുകളല്ല, നിർണായകമായ ബില്ലുകൾ അവതരിപ്പിച്ച് അതിൻ്റെതായ രീതിയിൽ തന്നെ ബില്ലുകൾ പാസ്സാക്കിയെടുക്കും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. പ്രത്യേക സമ്മേളനമില്ല എന്ന് കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ അറിയിക്കുകയുമാണ്.